വളപട്ടണത്ത് വീട് കുത്തി തുറന്ന് 300 പവനും 1 കോടിയും മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിയുടെ അറസ്റ്റിന് നിർണായകമായത് CCTV ദൃശ്യങ്ങളെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. CCTV ദൃശ്യത്തിലൂടെയാണ് മോഷ്ടാവ് കഷണ്ടിയുള്ള ആളാണെന്ന് മനസ്സിലായതെന്നും ഡമ്മി ഉപയോഗിച്ച് ഡെമോ നടത്തിയെന്നും ദൃശ്യങ്ങൾക്കൊപ്പം തന്നെ വിരലടയാളങ്ങളും നിർണായകമായെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ, കണ്ണൂർ റൂറൽ SP എന്നിവർ മാധ്യമങ്ങളോട് പറഞ്ഞു. മോഷണത്തിനെത്തിയപ്പോൾ തെളിവ് നശിപ്പിക്കാനായും ദൃശ്യങ്ങൾ പതിയാതിരിക്കാനും ഒരു ക്യാമറ പ്രതി തിരിച്ചുവച്ചിരുന്നു. എന്നാൽ മുറിയിലൂടെ ഉള്ളിലേക്കായിരുന്നു അബദ്ധത്തിൽ തിരിച്ചുവച്ചത്. മുറിയുടെ ഉള്ളിലേക്ക് തിരിച്ചുവച്ച ഈ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. കേസിൽ മോഷണം നടന്ന വീട്ടുടമസ്ഥൻ അഷ്റഫിന്റെ അയൽക്കാരനായ ലിജീഷിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് 250 പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. 35 ലോഡ്ജുകളിൽ പരിശോധന നടത്തി. തെളിവുകൾ ശേഖരിച്ച ശേഷം മിനിഞ്ഞാന്ന് ചോദ്യം ചെയ്യാൻ ലിജീഷിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ മൊബൈൽ ഫോൺ ലിജീഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. വിരലടയാളങ്ങൾ ശേഖരിച്ചപ്പോൾ കീച്ചേരിയിലെ പ്രതിയുടെ വിരലടയാളവുമായി സാമ്യം കണ്ടെത്തി. തെളിവുകൾ ഒന്നൊന്നായി നിരത്തിയതോടെ ഇന്നലെ വൈകുന്നേരം 7 മണിയോടെ പ്രതി കുറ്റസമ്മതം നടത്തിയെന്നും പോലീസ് പറഞ്ഞു. ഇന്നലെ രാത്രി 10 മണിയോടെ തന്നെ പ്രതിയുടെ വീട്ടിൽ നിന്ന് മോഷണ വസ്തുക്കൾ കണ്ടെടുത്തു. 1.21 കോടി രൂപയും 267 പവൻ സ്വർണവുമാണ് കണ്ടെടുത്തത്. സഞ്ചിയിലാക്കിയാണ് മോഷണ വസ്തുക്കൾ വീട്ടിൽ നിന്നും കൊണ്ടുപോയത്. ഇതേ സഞ്ചിയിൽ തന്നെയായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത്. കീച്ചേരിയിലെ മോഷണ കേസിലും ലിജീഷ് പ്രതിയാണ്. മറ്റു കേസുകളുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. പണവും സ്വർണവും ഉണ്ടെന്നറിഞ്ഞാണ് വീട്ടിൽ കയറിയത്. വീട്ടുകാരുമായി മോഷ്ടാവിന് വലിയ അടുപ്പമില്ല. ആദ്യ ദിവസം 40 മിനിറ്റ് കൊണ്ട് മോഷണം നടത്തി. മാസ്ക് ധരിച്ചാണ് മോഷണത്തിനെത്തിയിരുന്നത്. മോഷണം നടന്ന ശേഷം വീട്ടിലെത്തിയ മാസ്കും വസ്ത്രവും കത്തിച്ചു കളഞ്ഞു. നഷ്ടമായ സ്വർണവും പണവും അതേ അളവിൽ തിരിച്ചു കിട്ടിയോ എന്ന കാര്യം ഉൾപ്പെടെ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും പോലീസ് പറഞ്ഞു. മോഷണം കഴിഞ്ഞ ശേഷം കവർച്ച നടത്താൻ ഉപയോഗിച്ച ഉളി തിരിച്ചെടുക്കാൻ വന്നിരുന്നുവെങ്കിലും കിട്ടിയിരുന്നില്ല. ഇത്തരത്തിൽ തിരിച്ചു വരുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞത്. ഇത് പിന്നീട് പോലീസിന് സ്ഥലത്തു നിന്നും കിട്ടിയിരുന്നു. മോഷണശേഷം പ്രതി വീട്ടിലേക്കാണ് പോയത്. അഷ്റഫിന്റെ വീടിന് പിന്നിലാണ് ലിജീഷിന്റെ വീട്. ഡോഗ് സ്ക്വാഡ് റെയിൽവേ ട്രാക്കിലൂടെ പോയി ലിജീഷിന്റെ വീടിന് സമീപം എത്തിയിരുന്നു. മോഷണം നടന്ന സമയത്തോ മറ്റോ പ്രതി റെയിൽവേ ട്രാക്ക് വഴി പോയിരിക്കാമെന്നും പോലീസ് പറഞ്ഞു. ഫസ്റ്റ് വൺ ന്യൂസ്, പയ്യന്നൂർ. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, ഓപ്പോസിറ്റ് മാഗ്നം മാൾ, മെയിൻ റോഡ്, പയ്യന്നൂർ. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, ഏറ്റവും നല്ലത്.